നമസ്കാരം, വെൽക്കം ബാക്ക് ടു ടോക്ക് ടു 90 മിനിറ്റ്സ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പ്രീമിയർ ലീഗ് മത്സരങ്ങളെ കുറിച്ചാണ്. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 5 മത്സരങ്ങളാണ് ഇന്നലെ പ്രീമിയർ ലീഗിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഇന്നലെ 2 മത്സരങ്ങൾ ഏകദേശം സമനിലയിൽ കലാശിച്ചു. ആദ്യ മത്സരമായ ആസ്റ്റൺ വില്ല ന്യൂകാസിൽ പോരാട്ടം, ബ്രൈറ്റൺ ഫുൾഹാം പോരാട്ടം, ഈ 2 മത്സരങ്ങളാണ് സമനില കലാശിച്ചത്. ആസ്റ്റൺ വില്ല ന്യൂകാസിൽ പോരാട്ടം നോക്കുകയാണെങ്കിൽ അതൊരു ഗോൾ രഹിത മത്സരമായിരുന്നു. ഇരു ടീമുകളും ഗോളൊന്നും നേടിയിട്ടില്ല. 66-ാം മിനിറ്റിൽ ആസ്റ്റൺ വില്ലയുടെ കോൺസ റെഡ് കാർഡ് കണ്ടുപോയത് അത് അവർക്കൊരു വലിയൊരു തിരിച്ചടിയായി. വില്ല പാർക്കിൽ വെച്ച് നടന്ന ഈ ഒരു മത്സരം ഇരു ടീമുകളും ഇഞ്ചോടിഞ്ച് പോരാടിയെങ്കിലും ഇരു ടീമുകൾക്കും ഗോളൊന്നും നേടാൻ കഴിയാത്തൊരു അവസ്ഥയിൽ മത്സരം അവസാനിപ്പിക്കേണ്ടി വന്നു. രണ്ടാമത്തെ മത്സരം നോക്കുകയാണെങ്കിൽ ബ്രൈറ്റൺ ഫുൾഹാം പോരാട്ടമാണ്. അവസാന നിമിഷത്തെ ഇഞ്ചുറി ടൈമിൽ, അതായത് കളി തീരാൻ സെക്കൻഡുകൾ അല്ലെങ്കിൽ ഒരു മിനിറ്റുകൾ ബാക്കിയുള്ളപ്പോൾ റോഡ്രിഗോ മുനസ്, ബ്രസീലിയൻ സ്ട്രൈക്കറായ റോഡ്രിഗോ മുനസ് നേടിയ ഗോളിൽ ബ്രൈറ്റനെ സമനില തളച്ച് ഫുൾഹാം വിലപ്പെട്ട ഒരു പോയിന്റ് സ്വന്തമാക്കി. അടുത്ത മത്സരത്തിലോട്ട് വരികയാണെങ്കിൽ അതൊരു ഏകപക്ഷീയമായ വിജയമായിരുന്നു. അതായത് EFL ചാമ്പ്യൻഷിപ്പ്, നിങ്ങൾക്കറിയാം, പ്രീമിയർ ലീഗിലെ 2ാം ഡിവിഷൻ ലീഗായ EFL ചാമ്പ്യൻഷിപ്പിൽ നിന്നും ഈ സീസണിലോട്ട് സ്ഥാനക്കയറ്റം കയറി വന്ന ടീമാണ് സണ്ടർലാൻഡ്. അവർ വെസ്റ്റ് ഹാം യുണൈറ്റഡിനെ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് തോൽപ്പിച്ച് സീസണിലെ ആദ്യ ജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. മറ്റൊരു മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റി, അതായത് പുതിയ താരങ്ങളുടെ മികവിൽ ജയിച്ച് കയറിയിരിക്കുകയാണ്. ഏകപക്ഷീയമായ 4 ഗോളുകൾക്ക് അവർ വോൾസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് സീസണിൽ ലിവർപൂളിനൊരു മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ്. ഞങ്ങളും ഈ തവണ ടൈറ്റിൽ റേസിനുണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പ് എല്ലാ ടീമുകൾക്കും അവർ മാഞ്ചസ്റ്റർ സിറ്റി വീണ്ടും കൊടുത്തിരിക്കുകയാണ്. അവരുടെ ഗോൾ മിഷനായ എർലിംഗ് ഹാലാൻഡ് 2 ഗോളുകൾ നേടി കളം നിറഞ്ഞപ്പോൾ പുതിയ സൈനികളായ രജീന്ദ്രസ് ചെർക്കി എന്നിവർ ഓരോ വിധം ഗോൾ നേടി സിറ്റിയുടെ ഗോൾ പട്ടിക പൂർത്തിയാക്കി. മറ്റൊരു മത്സരത്തിലോട്ട് വരികയാണെങ്കിൽ അത് കാണേണ്ട ഒരു മത്സരമായിരുന്നു. കാരണം റിച്ചാർലിസൺ, വാട്ട് എ ഗോൾ മാൻ! താങ്കൾ 2022 ലോകകപ്പ് ഓർമ്മിപ്പിക്കുകയായിരുന്നോ എന്ന് തോന്നും വിധം 2022 ലോകകപ്പിൽ ബ്രസീൽ സെർബിയക്കെതിരെ റിച്ചാർലിസൻ്റെ ഒരു ഗോളുണ്ടായിരുന്നു. ആ ഗോളിനെ ഓർമ്മിപ്പിക്കും വിധം റിച്ചാർലിസൺ തൻ്റെ 2ാം ഗോൾ, അതായത് ടോട്ടനാമിൻ്റെ 2ാം ഗോൾ നേടിയത് അങ്ങനെ ഒരു ഷോട്ടിലൂടെയായിരുന്നു. എന്താ പറയുക, ഭയങ്കരമായിട്ടുള്ള ഒരു സൂപ്പർ ഗോൾ എന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം. പ്രീമിയർ ലീഗിലോട്ട് സ്ഥാനക്കയറ്റം കയറി വന്ന ബൺലിയെ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ടോട്ടനാം കഴിഞ്ഞ വർഷത്തെ തങ്ങളുടെ സീസൺ മറക്കാൻ ശ്രമിക്കുകയാണ് ഉണ്ടായത്. കഴിഞ്ഞ വർഷം ആരും ആഗ്രഹിക്കാത്ത, ആരാധകർ പോലും ഒരിക്കലും ആഗ്രഹിക്കാത്തൊരു സീസണായിരുന്നു ടോട്ടനാമിൻ്റേത്. 17ാം സ്ഥാനത്താണ് അവർ കഴിഞ്ഞ വർഷം ഫിനിഷ് ചെയ്തത് എന്നുള്ളത് വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ പുതിയൊരു മാനേജറായ തോമസ് ഫ്രാങ്ക്, മുൻ പ്രീമിയർ ലീഗിൽ തന്നെ ബ്രൻഫോർഡിൻ്റെ മാനേജറായിരുന്ന തോമസ് ഫ്രാങ്കിൻ്റെ കീഴിൽ പുതിയൊരു സ്വപ്നമാണ് ഈ ടോട്ടനാം കാണുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോസും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നാളെ കാണാം. ടാറ്റാ, ബൈ ബൈ.